വയനാടിന്റെ MP ആയി പ്രിയങ്ക മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വയനാടിന്റെ ജനങ്ങളോട് നന്ദി പറയാനെത്തിയ പ്രിയങ്ക തന്റെ ആദ്യത്തെ ജോലി മലയാളം പഠിക്കുകയാണെന്ന് പറയുകയായിരുന്നു. സംസാരിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, എഴുതാനും വായിക്കാനും കൂടി പഠിക്കണമെന്നാണ് പ്രിയങ്ക പറയുന്നത്. തനിക്കും ജനങ്ങൾക്കുമിടയിൽ ഭാഷ അതൊരു തടസ്സമാകരുത് എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്നാണ് പ്രിയങ്കയുടെ വാക്കുകൾ എത്തിയത്. തനിക്ക് വേണ്ടി എപ്പോഴും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ജ്യോതിയെ സ്റ്റേജിൽ വെച്ച് അനുമോദിക്കാനും പ്രിയങ്ക മറക്കാറില്ല. കഴിഞ്ഞ 2 തവണ MP ആയിട്ടും രാഹുൽ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത, പറയാത്ത മലയാളം പഠിക്കുക എന്ന ആദ്യ അജണ്ടയാണ് പ്രിയങ്ക മുന്നോട്ട് വെക്കുന്നത്. അതിൽ നിന്നും മനസ്സിലാക്കാം പ്രിയങ്ക പറഞ്ഞ വാക്കുകളൊന്നും വെറുതെ അല്ല എന്ന്. പ്രിയങ്കയുടെ ഉറച്ച വാക്കുകൾ അതാണ് വയനാടിന് നൽകുന്ന ഊർജം. എനിക്ക് മലയാളം പഠിക്കണമെന്ന് പ്രിയങ്ക ദൃഢനിശ്ചയമെടുക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം. The unity you show, the compassion you have for each other, the love you share with each other, it is unique, especially today when across India there is divisiveness and politics is constantly pushing you to be separate, to divide you. രാജ്യം മുഴുവൻ വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയം നടക്കുമ്പോൾ, രാഷ്ട്രീയം നിരന്തരമായി നിങ്ങളെ വിഭജിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, നിങ്ങൾ കാണിക്കുന്ന അനുകമ്പ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരിടത്തും കാണാത്തതാണ്, വിശിഷ്ടമായതാണ്, സവിശേഷമായതാണ്. So to me you really represent all that is beautiful about our country. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഇന്ത്യ എന്ന ഈ രാജ്യത്തെ എന്തൊക്കെ മനോഹരമായിട്ടുണ്ടോ അതിനെല്ലാം പ്രതിനിധാനം ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. And you also represent the fight that we, all of us in the UDF, are fighting. നിങ്ങൾ എല്ലാവരും പ്രതിനിധാനം ചെയ്യുന്നത് ഈ UDF ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പോരാട്ടത്തെയും നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്നുണ്ട്. Today we are fighting for the spirit of our nation, for the soul of India. ഈ രാജ്യത്തിന്റെ ചൈതന്യത്തിന് വേണ്ടി, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. We are fighting for the values of our constitution on which our nation was built. ഈ രാജ്യത്തെ പടുത്തുയർത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. For the right of each one of you to have a better, stronger future. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മെച്ചപ്പെട്ട ശക്തമായ ഭാവി ഉണ്ടാവാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. For the power and resources of this country to belong rightfully to the people of this country. ഈ രാജ്യത്തെ അധികാരവും ഈ രാജ്യത്തെ വിഭവങ്ങളും നീതിപൂർവമായ രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. We are fighting against a force that is doing everything in its power to destroy the institutions upon which our country was built. ഈ രാജ്യം പടുത്തുയർത്തപ്പെട്ട സ്ഥാപനങ്ങളെ എല്ലാ വിധത്തിലും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. That is weakening the rights of the people and handing over that which rightfully belongs to you to a few businessmen friends of theirs. ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ വിഭവങ്ങളെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രം നൽകുന്ന ഒരു ശക്തിക്കെതിരെയാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. So it is really your fight that we are fighting. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പോരാട്ടമാണ് ഇന്ന് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. And as all of you and all of us stand shoulder to shoulder and go into this battle, you should know that you have placed your trust and faith in me. That I understand this very well, that the next 5 years and hopefully ahead of that as well, I will spend day and night fighting for you, fighting for a better, stronger future for you. നമ്മൾ ഈ പോരാട്ടത്തിൽ നമ്മളും നിങ്ങളും തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് ഈ പോരാട്ടത്തിൽ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, അടുത്ത 5 വർഷം മാത്രമല്ല പ്രതീക്ഷയോടുകൂടി അതിനപ്പുറവും ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. And as I said when I first came here, you will not be disappointed. ആദ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. Yesterday in one of these meetings, somebody from the crowd said, "Promise me that you are going to come back." ഇന്നലെ ഇതുപോലെയുള്ള യോഗത്തിൽ ജനക്കൂട്ടത്തിനിടയിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ചോദിക്കുകയായിരുന്നു, ഉറപ്പ് നൽകുക, ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് ഉറപ്പ് നൽകണമെന്ന് ഒരാൾ പറഞ്ഞു. So I am promising you that I will come so many times that you will get fed up of me. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഞാൻ ഒരുപാട് പ്രാവശ്യം വരെ ഞാൻ വന്ന് നിങ്ങളെ മടുക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. So please get used to seeing me. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ വയനാട് നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ കണ്ട് പരിചയിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
And let's travel on this beautiful journey of making you a better life, stronger futures together. നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ശക്തിയുള്ള ഭാവി ഉണ്ടാക്കുന്ന മനോഹരമായ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. These 2 days I am going around to every assembly thanking everybody for the love and the affection you have given me. But after this my real work will begin and we will work together to resolve all the issues that you are facing. ഈ 2 ദിവസങ്ങൾ ഞാൻ ഇവിടുത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഈ 2 ദിവസങ്ങൾ വന്നിരിക്കുന്നത്. ഇതിന് ശേഷമാണ് എൻ്റെ യഥാർത്ഥ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി. First task is to start learning Malayalam. എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് മലയാളം പഠിക്കാൻ തുടങ്ങലാണ്. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. But I am learning more also. ഞാൻ ഇതിലും കൂടുതൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Thank you very, very much for everything, for giving me your love and for choosing me as your representative. It is truly an honor for me to be your MP.